വെൽക്കം ബാക്ക് ടു അദ്വൈത് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നമ്മളെ ടോപ്പിക് ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് സിറ്റുവേഷൻസ് അല്ലേ. നമ്മളെ എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഞാൻ മെയിൻലി ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ഒരു പരസ്പരം കണക്ഷനുള്ളൊരു വീഡിയോസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പേഴ്സണലി ഞാൻ എല്ലാ സൺഡേയിലും എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ജസ്റ്റ് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓരോ സൺഡേ ആവുന്നതിന് മുൻപ് തന്നെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്നൊരു ഐഡിയ വരും. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെക്കും. അതിനെക്കുറിച്ചായിരിക്കും ഞാൻ അടുത്ത സൺഡേയിൽ ഇങ്ങനെ പറയുന്നുണ്ടാവുക. അപ്പം കഴിഞ്ഞ സൺഡേ കഴിഞ്ഞ് ഞാനൊരു മൺഡേ ട്യൂസ്ഡേയിലൊക്കെയാണ് എനിക്ക് വേറൊരു ടോപ്പിക്ക് ചെയ്താലെന്ന് തോന്നുന്നത്. അങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നുള്ളത്. അപ്പം സംഭവം മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ ഗ്രോത്ത് ഉള്ളൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് മെൻ്റലി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പം നേരെ ടോപ്പിക്കിൽ കിടക്കണം. നിങ്ങളുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക്ക് എന്ന് വെച്ചാൽ സിറ്റുവേഷൻസ് ആണ്. സിറ്റുവേഷൻസ് ഹിറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മിസ്സായി പോവുക. മീൻസ് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു വാക്കുകൾ. കാരണം സാഹചര്യം കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, സാഹചര്യം കൊണ്ട് എനിക്ക് അത് പഠിക്കാൻ പറ്റിയിട്ടില്ല, സാഹചര്യം കൊണ്ട് എനിക്ക് ആ ഒരു സംഭവത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു പരിധിവരെ കറക്റ്റാണെങ്കിലും, പക്ഷേ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്ന സംഭവം ഓക്കെയാണ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. ഈ ഒരു സാഹചര്യം കാരണം നമുക്കിങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ആ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് 1% കൂടെ അതിലൊരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിനെ സത്യം പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്ഥലത്തുനിന്ന് കയറി വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ, സത്യം പറഞ്ഞാൽ അത്രയും ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ സ്റ്റോറിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മോട്ടിവേറ്റഡ് ആണ്. കാരണം അത്രയും പാവപ്പെട്ടൊരു ഫാമിലിയിൽ നിന്ന് വന്നിട്ട് അത്രയും ലെവൽ വരെ എത്താന്നുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ തെളിയിച്ചൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളൊക്കെ മാക്സിമം ഈ ഒരു സാഹചര്യം പറഞ്ഞു നിൽക്കാതെ നിങ്ങളെ മുന്നിൽ നിങ്ങളെ ലൈഫിനെ എങ്ങനെയൊക്കെ ബെറ്റർ ആക്കാൻ കഴിയുമോ, നിങ്ങൾക്കുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിങ്ങളെ ഭാഗത്തുനിന്ന്, നിങ്ങളെന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു എഫേർട്ട് നിങ്ങൾക്ക് ഇടാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ എഫേർട്ട് ഇട്ട് തുടങ്ങുക. കാരണം ആരും ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കരുത് എന്നാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഈ സാഹചര്യം നോക്കി ഇരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ഈ ഒരു സാഹചര്യം നോക്കിയിരുന്ന് ഓവറായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാഹചര്യം മാത്രം അവിടെ സ്റ്റക്കായിട്ട് നിങ്ങളുടെ ലൈഫും അതുപോലെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ സാഹചര്യങ്ങളുള്ള സമയത്ത് എന്തെങ്കിലും അത്രയും ബുദ്ധിമുട്ടൊക്കെ ഉള്ള സാഹചര്യങ്ങളുള്ള സമയത്ത് ഓക്കെ, അത് നമുക്ക് പറയാം. പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല, ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഈ സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പല കാര്യങ്ങൾ പറഞ്ഞങ്ങനെ തള്ളിക്കളയാറാണ് പതിവുള്ളത്. പക്ഷെ ഞാൻ പറയണം, ഒന്ന് മാറി ചിന്തിച്ച് നോക്കുക. ഈ ഒരു സാഹചര്യം വരാതെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലും മാറ്റാനുള്ളൊരു വഴി നമ്മൾ തന്നെ സ്വയം കാണുക. മീൻസ് ഞാനിങ്ങനെ പറയാൻ ഞാൻ വലിയൊരാളായിട്ടോ നിങ്ങൾക്ക് ഞാൻ വലിയ സംഭവമായിട്ടോ അങ്ങനെയൊന്നും തോന്നണമെന്നില്ല. ഞാൻ നോർമലി എൻ്റെ ഒരു ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിനെ എങ്ങനെ നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താമെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്നിരുന്ന് ചിന്തിക്കുക. മീൻസ് എല്ലാ പ്രോബ്ലംസിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. മീൻസ് എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ ആ പ്രോബ്ലത്തിന് ഇവിടെ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾ തന്നെ സ്വയം മെയിനായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. സൊല്യൂഷൻസ് ഇല്ലാത്ത ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. അപ്പോൾ നിലവിൽ നിങ്ങളെ സാഹചര്യങ്ങൾ ചിലപ്പോൾ മോശമായിരിക്കാം, ചിലപ്പോൾ അത്രയും ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം ആയിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഒരു ടൈമിങ്ങാണ്. ഈ ഒരു സമയം കടന്നു പോകും. ആ ഒരു ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ബെറ്റർ ആക്കാൻ നിങ്ങൾക്ക് തന്നെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ മുന്നിൽ വരും. പക്ഷേ ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു സാഹചര്യത്തിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ട്രൈ ചെയ്യുക.
ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെ എപ്പോഴും എന്താ പറയുക, പരാജയങ്ങളുണ്ടാവും. പരാജയങ്ങളെ നേരിടാൻ പഠിക്കുക, പരാജയങ്ങളെ നേരിട്ടിട്ട് തന്നെ മുന്നോട്ട് പോവുക. സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ സ്വയം തിരിച്ചറിഞ്ഞ് തന്നെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും എല്ലാ സാഹചര്യത്തിൽ നിന്നും എന്താ പറയുക, കരകയറാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ സാഹചര്യങ്ങളിൽ മാത്രം സ്റ്റക്കായിട്ടിരിക്കാതെ ആ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ കരകയറി നല്ലൊരു ജീവിതശൈലി മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് എല്ലാവരും മാറി ചിന്തിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ്. ഓക്കെ, ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ജീവിതം തന്നെ അതുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.